സോ ഹായ് ഗൈസ്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ജാങ്കോ സീരീസ് ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ജാങ്കോ ഇൻസ്റ്റലേഷനും സെറ്റപ്പും ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. സോ ഇൻ ഓർഡർ ടു യൂസ് ജാങ്കോ നമ്മുടെ പി സിയിൽ പൈത്തൺ ഉണ്ടായിരിക്കണം. സോ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു സ്റ്റെപ്സ് ഞാൻ ചെയ്യുന്നില്ല. സോ ഞാൻ വേണമെങ്കിൽ നല്ലൊരു വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പേസ്റ്റ് ചെയ്യാം. പിന്നെ ജാങ്കോ ഇൻസ്റ്റലേഷൻ ഞാൻ ഈ വീഡിയോയിൽ പറയാം. സോ ആദ്യമേ ജാങ്കോ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴും വിർച്വൽ എൻവയോൺമെന്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് നല്ലത്. സോ വിർച്വൽ എൻവയോൺമെന്റ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു കമാൻഡ് എന്ന് പറഞ്ഞാൽ pip install virtual env. സോ സോറി ഞാനൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തില്ല. ഓക്കെ, ഇനി ഇപ്പോൾ നമ്മൾ വിർച്വൽ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ആ ഫോൾഡറിനകത്തായിരിക്കും നമ്മൾ നമ്മുടെ പ്രൊജക്റ്റ് ഒക്കെ ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ mkdir ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. പിന്നെ cd ട്യൂട്ടോറിയൽ. ഓക്കെ, നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, യാ. സോ നമ്മളിപ്പോൾ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് ഫോൾഡറിനകത്ത് കയറി. ഇനി നമുക്കിവിടെ വിർച്വൽ എൻവയോൺമെന്റ് ആക്ടിവേറ്റ് ചെയ്യാം. സോ വിർച്വൽ എൻവയോൺമെന്റ് ആക്ടിവേറ്റ് ചെയ്യാൻ വിർച്വൽ env പിന്നെ ഒരു പേര്. ഇപ്പോൾ പേര് എന്ന് പറയുമ്പോൾ ഞാൻ env എന്നാണ്, എൻവയോൺമെന്റിന്റെ env എന്ന് കൊടുത്തു. സോ നമുക്കിപ്പോൾ ഒരു പോപ്പപ്പ് വരും. പോപ്പപ്പ് വന്നില്ല, ചിലപ്പം വരും ചിലപ്പം വരില്ല. ഓക്കെ, പോപ്പപ്പ് വരും. എന്നിട്ട് നമ്മൾ ഇനി ഇപ്പോൾ നമ്മുടെ ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യും. ഈ എൻവയോൺമെന്റിൽ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണം. ആക്ടിവേറ്റ് ചെയ്യാൻ ആദ്യമേ സെറ്റ് എക്സിക്യൂഷൻ പോളിസി റിമോട്ട് സെൻസ് കോപ്പറേറ്റീവ് കൊടുക്കണം. ഇനി നമ്മൾ ഓക്കെ, ഈ ഒരു കമാൻഡ് കൊടുക്കണം. ഈ ഇതിൽ ആദ്യമേ നമ്മുടെ എൻവയോൺമെന്റിന് എന്താണ് പേര് നമ്മൾ അത് കൊടുത്ത്, പിന്നെ /script/active. ഈ ഞാൻ ഹൈലൈറ്റ് ചെയ്തേക്കുന്ന അത്രയും പാർട്ട് കോമൺ ആണ്. ഈ ആദ്യത്തെ ഇത് env അത് വേരി ചെയ്യും. നമ്മൾ എന്താണ് എൻവയോൺമെന്റിന് പേര് കൊടുക്കുന്നത് അതനുസരിച്ച് വേരി ചെയ്യും. സോ എൻവയോൺമെന്റ് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്മുടെ എന്താണ് എൻവയോൺമെന്റിന്റെ പേര് അത് നമുക്ക് സൈഡിൽ വരും. പിന്നെ നമുക്ക് പൈത്തൺ ജാങ്കോ ഇൻസ്റ്റാൾ ജാങ്കോ. സോ ഇതാണ് ജാങ്കോ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു കമാൻഡ്. ഓക്കെ, സോ ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. നെസസറി ആയിട്ടുള്ള പാക്കേജസ് ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് ഇപ്പോ ഞാൻ ഓൾറെഡി ജാങ്കോ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അത് കാരണമാണ് യൂസിങ് ക്യാഷ് എന്ന് പറഞ്ഞിട്ട് വന്നത്. ഇൻ കേസ് ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സ്ലൈഡർ പോലത്തെ ഒരു സാധനമായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ജാങ്കോ ഇൻസ്റ്റാൾ ചെയ്തു. ഇനി നമുക്ക് ജാങ്കോ ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്യണം. ആപ്പ് മീൻസ് ഒരു ഫോൾഡർ. ജാങ്കോയ്ക്ക് എന്തൊക്കെയാണ് ഫയൽസ് ഉള്ളത് അത് ആ ഒരു ഫയൽസിനെ വെച്ചുകൊണ്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. ഫോൾഡർ അതിനൊരു കമാൻഡ് ഉണ്ട്, ജാങ്കോ അതിന്റെ കമാൻഡ് ജാങ്കോ /admin സ്റ്റാർട്ട് പ്രൊജക്ട് പിന്നെ ഒരു പേര്. ഇപ്പൊ പേര് നമുക്കിപ്പോ ട്യൂട്ടോറിയലിൽ കൊടുത്ത ജാങ്കോ ആപ്പ് എന്ന് കൊടുക്കാം.
ഈ പേര് നമുക്ക് ഇഷ്ടമുള്ള എന്ത് പേര് വേണമെങ്കിലും ആവാം. ഓക്കെ, ഇപ്പോ ഒരു ആപ്പ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് CD Django ആണ്. Cool. അപ്പോ നമ്മളിപ്പോ ഇതിനകത്തോട്ട് കയറി. ഇനി നമുക്ക് ഇനി നമുക്ക് ഇപ്പൊ നമ്മൾ ജാങ്കോ ഇൻസ്റ്റാൾ ചെയ്തു. ഒരു സാമ്പിൾ ആയിട്ടൊരു ജാങ്കോ പ്രൊജക്റ്റ് നമ്മൾ ബിൽഡ് ചെയ്തു. ഇനി നമുക്ക് ഇന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ റൺ ആക്കി നോക്കാൻ വെക്കാൻ വേണ്ടി പൈത്തൺ manage.py സോറി സെർവറിന്റെ സോ ഇപ്പോൾ നമ്മൾ പ്രോജക്റ്റ് ഇപ്പോൾ റൺ ചെയ്യാൻ തുടങ്ങി. ഇതാണ് നമ്മുടെ പ്രൊജക്റ്റിന്റെ URL, റൺ ചെയ്യുന്ന URL. ഈ പോർട്ട് നമ്പർ ഒക്കെ വേണമെങ്കിൽ നമുക്ക് മാറ്റാം. ഞാനിപ്പോൾ മാറ്റുന്നില്ല. സോ ഇപ്പോൾ ഇതാണ് നമ്മുടെ ജാങ്കോ ആപ്പ്. ജാങ്കോ ഇപ്പോൾ സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതിന്റെ അടുത്ത ഇതിൽ എങ്ങനെ അടുത്തതായിട്ട് ഞാൻ ഉടനെ വരും. ഓക്കെ.